പീഡനക്കേസിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീനാദേവി കുഞ്ഞമ്മ. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് ശ്രീനാദേവി രാഹുലിന് പിന്തുണ അറിയിച്ചത്. രാഹുലിനെതിരെ മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ മെനയുകയാണെന്നും ചിലർക്ക് പ്രത്യേക അജണ്ടയുണ്ടെന്നും ശ്രീനാദേവി ആരോപിച്ചു. എല്ലാവരും നിലയുറപ്പിക്കണം. പക്ഷേ അതിനുശേഷം ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു, വില കൂടിയ ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഏതൊരു സാധാരണക്കാരനും ഏതൊരു ആൾക്കും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും. അപ്പൊ അത് കാര്യമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ വിഷയങ്ങളൊക്കെ നമ്മൾ നിൽക്കണം. പിന്നെ നമ്മൾ പറയാറുണ്ട്, ഈ പറഞ്ഞ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന പുരോഗമനപരമായ ആശയങ്ങളെയൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു. അതിലൊന്നും ഒരു പരാതിയും ഇല്ല. ഞാനൊരു സദാചാര പോലീസിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബന്ധങ്ങളിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിവാഹിതയല്ല, നമ്മൾ വിവാഹിതയല്ല എന്നുള്ളത് കൊണ്ട് മൂല്യബോധം വേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഇതിനെ വളച്ചൊടിക്കരുത്. വിവാഹിതരാണ് എങ്കിൽ നമ്മൾ ആ വിവാഹ ബന്ധത്തിന്റെ ഒരു ബന്ധത്തിനൊക്കെ ഒരു അർത്ഥമില്ലേ, ഒരു സുഖമില്ലേ? ഒരു മനുഷ്യൻ നമുക്കായി മറ്റൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ രസമുള്ള, വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. അത്രയും നമ്മുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന, നമ്മളിലേക്ക് അത്രയും സ്നേഹം തരുന്ന ഒരു വ്യക്തി ഉണ്ട് എങ്കിൽ, അത് നമ്മുടെ ഭർത്താവോ ഭാര്യയോ ആണ് എങ്കിൽ, നമ്മൾ വിവാഹിതരാണ് എങ്കിൽ, ആ വിവാഹ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പാലിക്കേണ്ട ആ ബന്ധത്തിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വിവാഹിതനും ഉണ്ട്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഇരയാര് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കേസിന്റെ വിധി വരാതെ ഒന്നും പറയാനാവില്ല. കോടതിയാണ് കുറ്റക്കാരനാണോ എന്ന് പറയേണ്ടത്. സത്യത്തിനൊപ്പമാണ് താൻ എന്നും നിൽക്കുന്നതെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നു എന്നതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഈ കേസിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. നിയമസഭാ സാമാജികൻ, ജനപ്രതിനിധി എന്നീ നിലകളിൽ പ്രാധാന്യം കൊടുത്തു വരികയാണ്. എന്നിരുന്നാലും ഈ വിഷയത്തെ വളരെ വിശാലമായി തന്നെ വളച്ചൊടിക്കുന്ന രീതിയിലേക്കാണ് മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ നീളുന്നതെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ കൂട്ടിച്ചേർത്തു. പക്ഷേ ഇത്രയധികം കഥകൾ പറയുമ്പോൾ ഇല്ലാ കഥകൾ പറയുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. ചില മാധ്യമങ്ങൾ അജണ്ട വെച്ച് രാവിലെ മുതൽ നടത്തുന്ന കഥാപ്രസംഗങ്ങളിൽ വാസ്തവവും വസ്തുതയും എത്രമാത്രം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അവനവന്റെ വിഷയത്തിലും സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ വിഷയത്തിലുമെല്ലാം ഈ കരുതലും കരുണയും വരുന്നുണ്ടോ എന്ന് മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകന്റെ ധാർമ്മികത എവിടെയോ കുറഞ്ഞതായി മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കേസിൽ പീഡന ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാഹുലിനെ 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് SIT അപേക്ഷ ഇന്ന് കോടതിയിൽ അറസ്റ്റ് ചെയ്യാനിരിക്കെയാണ് മൂന്നാമത്തെ കേസിൽ പീഡന സംഭവം ഉണ്ടായ ശേഷവും ഫ്ളാറ്റ് വാങ്ങിക്കൊടുത്തു, വില കൂടിയ ചെരുപ്പുകൾ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും അസ്വാഭാവികത തോന്നാൻ സാധ്യതയുണ്ട്. ഇതിൽ വസ്തുത കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വിവാഹിതർ ബന്ധത്തിന്റെ മൂല്യവും ഒപ്പം തന്നെ പവിത്രതയും മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ടെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു.